ഋഷി, രാവിലെ തന്നെ നീ ഇതെങ്ങോട്ടാ? ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഈവനിങ് അല്ലേ ഫ്ലൈറ്റ്? ആ, പക്ഷേ എനിക്ക് വീട്ടിൽ പോയി അച്ഛനും അമ്മയൊക്കെ കാണണം. അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വേണ്ട പോവാൻ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരോട് പറയണ്ട ഞാനാ ഉണ്ടാക്കിയെന്ന്. എനിക്കിപ്പോൾ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ? അതൊക്കെ ശരി, പക്ഷേ നീ തന്നെ അവളോട് പറഞ്ഞിട്ട് പോ. വേണ്ട ശ്രീ, അവളെ ഇനി കാണണ്ട. കണ്ടാൽ ചിലപ്പോൾ എനിക്കിവിടെ നിന്ന് പോകാൻ തോന്നില്ല. ആ, പക്ഷേ നീ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അവളടുത്ത് പറഞ്ഞിട്ട് പോ. ഇനി നീ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പോകുന്നതിന് മുന്നേ അവളെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോയാൽ മതി. നീ പറഞ്ഞത് ശരിയാ, ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. ഏതായാലും അവളടുത്ത് പറഞ്ഞിട്ട് പോവാല്ലേ? ചെല്ല്. ഇവള് വാഷ്റൂമിലാണോ? വെയിറ്റ് ചെയ്യാം. ഋഷി ഇപ്പോൾ വന്നു. എൻ്റെ റൂമിൽ ഞാൻ വന്നിട്ട് 5 minutes ആയി. ഞാൻ പോവുക. യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്ന്. യാത്ര പറയാനോ? പക്ഷേ ഈവനിങ് അല്ലേ ഫ്ലൈറ്റ്? ഈവനിങ് ആ ഫ്ലൈറ്റ്. പക്ഷേ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയോടും ഒക്കെ യാത്ര പറയണം. നീ ആയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നീ വരില്ലല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ? സാക്ഷി, സോറി. നിൻ്റെ ലൈഫിലേക്ക് വന്നതിന്, നിന്നെ സ്നേഹിച്ചതിന്, നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചതിന്, വേദനിപ്പിച്ചതിന് ഒക്കെ സോറി. പോയാൽ ഞാൻ ഇനി തിരിച്ചു വരുമോയെന്നറിയില്ല. ഞാൻ പോട്ടെ. നിനക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഹാപ്പി ജേർണി. സാക്ഷി, നിനക്കെന്നോട് ഒന്നും പറയാനില്ലേ? ഈ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞിനെ പറ്റി അതിനോട് പറയണ്ടേ? കുഞ്ഞ്? നീ ടേബിളിൽ വച്ചിരുന്ന ആ റിസൾട്ട് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നല്ലേ. അറിഞ്ഞിട്ട് എന്തിനാ? നിനക്ക് പോണ്ടേ? പൊക്കോ. സാക്ഷി പ്ലീസ്, ഞാൻ വേണമെങ്കിൽ നിൻ്റെ കാല് പിടിക്കാം. എനിക്കൊരവസരം കൂടെ തന്നൂടെ പ്ലീസ്? ഋഷി, എൻ്റെ കാലിൽ എണീക്ക്. എന്നോട് ക്ഷമിച്ചെന്ന് പറ. ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല, നിന്നെ വേദനിപ്പിക്കില്ല. പ്ലീസ് സാക്ഷി. ഋഷി പ്ലീസ്, എൻ്റെ കാല് വിട്. എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്ന? വിട് പ്ലീസ്. സാക്ഷി, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും എനിക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ? നമ്മുടെ കുഞ്ഞ്? ഇതെൻ്റെ കുഞ്ഞ്, എൻ്റെ മാത്രം. നിനക്ക് ബാംഗ്ലൂരോ മൈസൂരോ എവിടെ വേണമെങ്കിലും പൊക്കോ. ഞാൻ നിന്നോടൊന്നും പറയില്ല. പൊക്കോ എൻ്റെ മുന്നിൽ നിന്ന്. എന്നെ കാണുന്ന വെറുപ്പാണ്, അറപ്പാണ്, ശല്യമാണ്, ടോർച്ചർ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ച. അല്ലാണ്ട് നിന്നെ ഇട്ടിട്ട് പോകാൻ എനിക്ക് കഴിയുമോ? ഹോർമോൺ നഷ്ടപ്പെട്ട എനിക്ക് പഴയതൊക്കെ അറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ദേഷ്യം വന്നു. ശരിയാ, വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും എന്നെ ഇട്ടിട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചില്ലേ. ഇനി എനിക്ക് നിന്നെ വേണ്ട. പൊക്കോ എൻ്റെ മുന്നിൽ നിന്ന്. സാക്ഷി, ഞാൻ ഇങ്ങോട്ടും പോവില്ല. എനിക്ക് ഒരു ചാൻസ് കൊടുത്താൽ നിന്നെയും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരിക്കലും ആ കണ്ണ് നിറയ്ക്കാൻ ഞാൻ വിടില്ല. ഇല്ല ഋഷി, എനിക്ക് മതിയായി. ഇതുപോലെ ഒരിക്കൽ കൂടി നീ എന്നോട് ചെയ്ത ഇപ്പം എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പിടിച്ചു നിൽക്കും. അപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വേണ്ട ഋഷി. ഞാൻ ഇനി ഒരിക്കലും പഴയ പോലെ ആവില്ല. പ്ലീസ് പ്ലീസ് സാക്ഷി, എനിക്കൊരവസരം. ഞാൻ നിന്നെയും കുഞ്ഞിനും പൊന്നുപോലെ നോക്കാം. അതിന് പറ്റിയില്ലെങ്കിൽ ഈ ഋഷി പിന്നെ ജീവനോടെ ഉണ്ടാവൂല. ഋഷി, നീ എന്തൊക്കെയായി പറയുന്നത്? പ്ലീസ്, എനിക്ക് നിൻ്റെ കൂടെയും കുഞ്ഞിൻ്റെ കൂടെയും ജീവിക്കണം. പ്ലീസ് എന്നോട് ക്ഷമിക്ക് സാക്ഷി. എന്നെയും കുഞ്ഞിനെയും നന്നായിട്ട് നോക്കോ. മുമ്പ് സംഭവിച്ച പോലെ എന്നോട് ഇന്ന് പെരുമാറോ. വാക്കുതാ ഇല്ലാന്ന്. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും അങ്ങനത്തെ ഋഷി ആവില്ല. ഞാൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. സോറി. എങ്കിൽ വാ, എനിക്ക് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിത്താ. ഞാൻ രാവിലെ തന്നെ എണീറ്റ് നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തുതരാം. വാ. ഋഷി സോറി. വായിൽ വന്നതൊക്കെ പറഞ്ഞതിന് വിഷമം കൊണ്ട്, ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഏയ്, ഞാൻ നിന്നോട് ചെയ്തതിന് നീ പറഞ്ഞതൊന്നും അല്ല സാക്ഷി.
എന്നാ സോറി പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അകത്തോട്ട് വരാവോ? അവർ സോറി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അകത്തോട്ട് കയറാമെന്ന് വെച്ചാൽ ഇന്ന് രാത്രിയായാലും നമുക്ക് കയറാൻ പറ്റില്ല. വാ ശ്രീ, നമുക്കകത്തേക്ക് കയറാം, അതാ നല്ലത്. നിങ്ങൾ രണ്ടാളും അപ്പോൾ ഈ ഡോറിൻ്റെ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നോ? ഏയ്, അവൻ കാലി വീണ തൊട്ടാ ഞാൻ വന്നത്. ഏട്ടൻ ഏട്ടൻ രാവിലെ ഇവിടെ എങ്ങനെയാ? ഇവൻ വിളിച്ച് വരുത്തിയതാ. നീ രാവിലെ ഇറങ്ങാൻ പോകുന്നു, യാത്ര പറയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങിക്കിടന്ന് എന്നെ തട്ടി എണീപ്പിച്ചവനാ. എന്നിട്ട് എന്തായി? ഈ നല്ല നിമിഷം കാണാൻ പറ്റിയില്ലേ നിങ്ങൾക്ക്? അതൊക്കെ ശരിയാ. എന്നാ ഋഷി യാത്ര പറഞ്ഞെങ്കിൽ ഇറങ്ങാം. ഈവനിങ് ഫ്ലൈറ്റിൽ പോവണ്ടേ? ഞാനിങ്ങോട്ടും പോകുന്നില്ല, എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും വിട്ടിട്ട്. എന്ത് കുഞ്ഞോ? അതിപ്പോൾ സംഭവിച്ചു? രണ്ടുപേരും ഞെട്ടണ്ട. ഞാൻ 2.5 വീക്ക് പ്രഗ്നൻ്റ്. ആഹാ, അപ്പോൾ ഇതിനിടയിൽ കൂടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അതെ, നിങ്ങൾ സംസാരിക്കും. എനിക്കൊരു അർജൻറ്റ് കോളുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റ്സിൽ തിരിച്ചു വരാം. ഈ അർജൻറ്റ് കോള് കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ എന്നൊരു സംശയം. ഏട്ടന് സ്മെല്ലടിച്ചോ? എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു അർജൻറ്റ് കോൾ വരുന്നുണ്ട് ഇവന്. അതെ, നിങ്ങൾ രണ്ടാളും കൂടെ ആ പാവത്തിനെ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയും നമ്മളടുത്ത്. ആ, അതൊക്കെ. പക്ഷെ എന്തോ ഉണ്ട് ആ കോളിൽ. അല്ല, എന്താ രണ്ടുപേരുടെയും പ്ലാൻ? ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാനാണോ അതോ വീട്ടിലേക്ക് വരുന്നുണ്ടോ? അവരുടെ അടുത്തും പറയണ്ടേ ഇതൊക്കെ? വീട്ടിലേക്ക് പോകണം ഏട്ടാ. അമ്മയോട് ഞാൻ വാക്ക് കൊടുത്തിട്ട് വന്നതാ. ഇനി സാക്ഷ്യം കൊണ്ടേ ആ വീട്ടിലേക്ക് വരുള്ളൂ എന്ന്. അവിടെ പോയി എല്ലാവരോടും പറയണം ഞങ്ങൾ പാരൻസ് ആവാൻ പോകുന്നു. ശരിയാ, ആൻറ്റിക്കും അങ്കിളിനും അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. എന്നാൽ നിങ്ങൾ വിട്ടോ, എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിക്കോളാം. എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. സത്യം പറയടാ, എന്തോ ഒരു ചുറ്റിക്കളി നിനക്കില്ലേ? ആരാ ഫോൺ വിളിച്ചത്? ചുറ്റിക്കളിയോ? എനിക്കോ? എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. ശരി ശരി, പോയിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി. ഈശ്വര, ഇവർ പറയുന്ന പോലെ ശ്രീക്ക് എന്തെങ്കിലും ചുറ്റികളി ഉണ്ടോ ഇനി? എന്നാ ആലോചിക്കണ്ട, ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോ. നമുക്കും പോവാം. അവിടെ പോയിട്ട് ബാക്കി സംസാരിക്കാം. ബാ. ശരി ഏട്ടാ. എന്താ ഇവിടെ? അകത്ത് കയറി ഇരുന്നിട്ട് എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ പോരെ? ശരി വാ. കുറെ നേരമായാലോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനാണോ അവിടുന്ന് കുറ്റിയും പറിച്ച് വന്നത്? എന്താ കാര്യം? സാക്ഷിയും ശ്രീയുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർന്നു. അവർ വീണ്ടും പഴയ പോലെയായി. ഫോണിൽ കൂടെ പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. ശ്രീ, ശരിക്കും നീ പറഞ്ഞത് സത്യമാണോ? പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ? ഈശ്വര. കഷ്ടപ്പെട്ടതിന് ഇപ്പോഴാ ഫലം കണ്ടത്. ഒരു വിധത്തിൽ അത് ഓക്കെ ആയി. മുമ്പ് എനിക്ക് പറ്റിയൊരു തെറ്റ്, അതിൻ്റെ പേരിൽ ഇത്രയും വർഷം എനിക്കിപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അവർ വീണ്ടും ഒന്നിച്ചല്ലോ. അവരുടെ കാര്യം പറഞ്ഞ് എനിക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ തോന്നിയത് എത്രയോ നല്ലതായിരുന്നു. ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞ് അവർ പഴയ പോലെ ഒന്നായി. ശരിയാ, ഞാൻ നാട്ടിൽ വന്ന് അവരെ ഒന്നാക്കാൻ നോക്കുമ്പോഴാണ് നിന്റെ വരവ് എൻ്റെ അടുത്തേക്ക്. നിന്റെ പ്ലാൻ പ്രകാരം ഋഷിയുടെ അടുത്ത് പോയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അവൻ എന്നെ വലിച്ചേറി ഒട്ടിക്കുമെന്നാ. പിന്നെ അവന് സത്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് എന്നെ ഒന്നും ചെയ്തില്ല. നിന്നെ അങ്ങോട്ടേക്ക് വിടുമ്പോൾ എൻ്റെ ഉള്ളിലും ആ പേടി ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ മെസ്സേജിന് മാത്രം അവർ റെസ്പോണ്ട് ചെയ്തു. അതുകൊണ്ടാണ് നിന്നെ തന്നെ ഞാൻ അങ്ങോട്ട് വിട്ടേ. ആദ്യമൊക്കെ സാക്ഷിയെപ്പറ്റി നല്ലത് പറയാൻ ശ്രമിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അവളെപ്പറ്റി മോശമായിട്ടൊക്കെ പറഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും റിവെഞ്ചിലൂടെ കല്യാണം കഴിക്കാൻ വേണ്ടി ആക്കിയത്. നിന്റെ പ്ലാൻ ഇതാണെന്ന് കേട്ടപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. എന്നാലും കല്യാണം അവരെ എത്തിച്ചു. ഞാൻ കരുതി കല്യാണം കഴിയുമ്പോൾ അവർ സെറ്റ് ആവുമെന്ന്. ഞാനും അങ്ങനെയാണ് കരുതിയത്. അവർ രണ്ടുപേർക്കും ഇഷ്ടമല്ലേ, അപ്പോൾ കല്യാണം കഴിയുമ്പോൾ അവൾക്ക് പറയാനുള്ളത് അവൻ കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതല്ല, അവൻ ഒന്നും കേട്ടുമില്ല. അവളെ ടോർച്ചർ ചെയ്യാനും തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നത്. ശ്രീ വിചാരിച്ചു വച്ചിരിക്കുന്ന അവൻ്റെ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ വന്നേന്ന്. നീ ഫോൺ വിളിച്ചിട്ട് ഞാൻ വന്നേന്ന് അവനറിയില്ലല്ലോ. അവളുടെ കല്യാണം കഴിഞ്ഞെല്ലാം ഓക്കെ ആയോ എന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഒന്നും ഓക്കെ ആയിട്ടില്ല.
എന്നെ മുൻനിർത്തി അവൻ അവളെ കൂടുതൽ വേദനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ വന്ന് എന്തെങ്കിലും ചെയ്ത് അവളെ രക്ഷിക്കുമെന്ന് കരുതി. നീ വരുമ്പോഴെങ്കിലും കാര്യങ്ങൾ ഓക്കെ ആവുമെന്ന് കരുതിയപ്പോൾ അത് അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയി. എനിക്ക് സാക്ഷിയോടൊന്ന് സംസാരിക്കാനുള്ള സമയം പോലും അവൻ തന്നില്ല. പിന്നെ കളിയൊക്കെ നമ്മുടെ കൈവിട്ടു പോയി. ആക്സിഡൻറ്റ്, ഹോസ്പിറ്റൽ, പിന്നെ ഇപ്പോൾ വല്ല വേദനയോ ഇത്രയെങ്കിലും ആക്കിയത്. ഇനി രണ്ടാളും ജീവിതത്തിൽ പിരിയരുത്. പിരിഞ്ഞ രണ്ടിനെയും ഞാൻ തന്നെ തല്ലിക്കൊല്ലും, നോക്കിക്കോ. എന്തൊക്കെ പറഞ്ഞാലും ശ്രീ, അവർക്ക് എന്നോട് വെറുപ്പായിരിക്കും, നല്ല ദേഷ്യവും കാണും അല്ലേ? അതെന്തായാലും കാണും. പക്ഷേ അവരോട് നിൻ്റെ കാര്യം സംസാരിച്ച് നമുക്ക് ശരിയാക്കാം. ഇത് ശരിയായില്ലേ, അപ്പോൾ അത് ശരിയാവും. ഏതായാലും നമ്മളെ മിഷൻ കംപ്ലീറ്റ് ആയല്ലോ, അത് തന്നെ വലിയ കാര്യം. അല്ല, ഇനി എന്താ നിൻ്റെ അടുത്ത പ്ലാൻ? എന്ത് പ്ലാൻ? സന്തോഷം, സമാധാനം, വേറെന്താ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? കഴിക്കണം. പെണ്ണ് വേണം. പെണ്ണ് റെഡിയാണെങ്കിൽ കിട്ടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ റെഡിയാണ്. നീ റെഡിയാണെങ്കിൽ എനിക്ക് സമ്മതം. എന്താ? എന്തിന് റെഡിയാണെന്ന്? നിന്നെ കല്യാണം കഴിക്കാൻ. എനിക്കറിയാം അതിനുള്ള അർഹത എനിക്കുണ്ടോയെന്ന്. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടം. നീ നല്ല ചെക്കനാ. നിന്നെ ഞാൻ ഒരിക്കലും കമ്പലൊന്നും ചെയ്യില്ല. നീ വെറുതെ തമാശയ്ക്ക് പറയുന്നതാണോ അതോ ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? ഈ കാര്യങ്ങൾ ആരെങ്കിലും തമാശ പറയുമോ? എനിക്ക് സാക്ഷിയോടൊരു ഇഷ്ടമുള്ള കാര്യം ഒക്കെ അറിഞ്ഞിട്ടും നിനക്കെന്നെ ഇഷ്ടമാണെന്നാണോ നീ പറയുന്നത്? നിന്റെ സ്നേഹം സത്യം. നീ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള ആളെ നീ അവൾക്ക് എത്തിച്ചു കൊടുത്തു. എനിക്കറിയാം നിനക്ക് നല്ല മനസ്സാ. നിന്നെപ്പോലൊരു ചെക്കൻ എനിക്ക് കിട്ടിയാൽ ഞാനായിരിക്കും ലക്കികൾ. പക്ഷേ എന്ന് കരുതി ഞാനൊരിക്കലും നിന്നെ കമ്പൽ ചെയ്യില്ല. നിനക്കിഷ്ടമാണെങ്കിൽ മാത്രം. ഓ അങ്ങനെ. എനിക്കിഷ്ടമാണെന്നൊക്കെ ചോദിച്ചാൽ വേണ്ട, മോളെ നീട്ടൊന്നും വേണ്ട. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, അതങ്ങ് പറഞ്ഞാൽ പോരെ. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പിന് കട്ട് ചെയ്ത് കളയരുത്. ഞാൻ നിൻ്റെ ഫ്രണ്ട്ഷിപ്പും കട്ട് ചെയ്യുന്നില്ല, തൽക്കാലം നിന്നെയും കട്ട് ചെയ്യുന്നില്ല. നോക്കട്ടെ, പ്രേമിക്കാനും നിന്നെ കിട്ടില്ല. കല്യാണം കഴിക്കാനാണെങ്കിൽ ഓക്കെ. സത്യമായിട്ടും കല്യാണം കഴിക്കാൻ നീ റെഡിയാണോ? ആ, പക്ഷേ ആദ്യം സാക്ഷിയോടും ഋഷിയോടും നിൻ്റെ കാര്യം പറയണം. അവർക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കാര്യം അവരോട് പറഞ്ഞ് പതുക്കെ കല്യാണമൊക്കെ കഴിച്ച് ഒരു കുട്ടിയായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. അത് മതി. അവിടുത്തൊക്കെ പറഞ്ഞു പതുക്കെയായാലും നമുക്ക് നല്ലൊരു ജീവിതം തുടങ്ങണം. ആടി, നമുക്ക് സെറ്റാക്കാം. എൻ്റെ പൊന്നു മോളെ, ഇത്രയൊക്കെ അനുഭവിച്ച് നീ ഇവിടെ നിൽക്കുന്ന സമയത്ത് അമ്മയോട് നിനക്കൊരു വാക്ക് പറഞ്ഞൂടെ? ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന്. എന്നാൽ അന്നിന് ഞാൻ ഇവൻ്റെ കാര്യം ശരിയാക്കൂലായിരുന്നോ? എൻ്റെ പൊന്നമ്മ, അതൊക്കെ കഴിഞ്ഞു. അവർ തമ്മിലിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടും പഴയ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട, അതാ നല്ലത്. അതെ അമ്മ, ഏട്ടൻ പറഞ്ഞത് ശരി. ഇനി എന്തിനാ അതൊക്കെ? ഇപ്പോൾ അവർ പാരൻസ് ആവാൻ പോവല്ലേ, അതിൻ്റെ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത്. അതെ അമ്മ, ഞാനതൊക്കെ മറന്നു. അമ്മ അതൊക്കെ വിട്ടുകള. അതാ അതിൻ്റെ ശരി. സങ്കടങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നതിനേക്കാളും മുന്നോട്ടുള്ള സന്തോഷങ്ങളെ പറ്റി ചിന്തിച്ച് നല്ലതായിട്ട് പോകുന്നതല്ലേ നല്ലത്. എന്തായാലും 2 പേരക്കുട്ടികൾ വരാൻ പോവല്ലേ? അതെ അതെ, അച്ഛൻ പറഞ്ഞതാ എൻ്റെ ശരി. പക്ഷേ അതൊന്നുമല്ല ഇപ്പം മുഖ്യം. എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മ ഫുഡ് എടുത്തത് അമ്മ ഒന്നും കഴിച്ചില്ല ഞാൻ. എൻ്റെ പൊന്നു കാശി, ഇവരാണോ പ്രഗ്നൻറ്റ് അതോ നീയാണോ? ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ശരി, 3 നാളും പോയി ഫ്രഷ് ആയിട്ട് വന്നേ. ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. അത് ശരി, സംസാരിക്കാൻ സമയമില്ല. ഞാൻ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരാം. ഏട്ടൻ്റെ ഒരു കാര്യം, സാക്ഷി റഷ്യൻ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡി ആയിട്ട് എടുത്ത് വെക്കാം. ശരി ഏട്ടത്തി. സാക്ഷി, ഇതിനകത്ത് കയറിയപ്പോൾ തൊട്ട് നീ ഈ റൂമിൻ്റെ മൂലം നോക്കുവാണല്ലോ. എന്തു പറ്റി? ഋഷി, ഇതാണോ നമ്മൾ താമസിച്ചിരുന്ന റൂം? അതെന്താ നീ അങ്ങനെ ചോദിച്ചാൽ? നിനക്ക് ഈ റൂം ഓർമ്മയില്ലേ? എന്തു പറ്റി? ആക്ച്വലി എനിക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഞാൻ എൻ്റെ ഡയറി വായിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥലങ്ങളൊന്നും ഓർമ്മയില്ല. അതാണോ കാര്യം? ശരി, അതൊക്കെ വിട്ടെ. കുറച്ചൊക്കെ കഴിയുമ്പോൾ താനേ നിൻ്റെ ഓർമ്മകളൊക്കെ വരും. ശ്രീ അങ്ങനെയല്ലേ പറഞ്ഞത്? വേണ്ട ഋഷി, എനിക്ക് ആ പഴയ ഓർമ്മകളൊന്നും വേണ്ട. ഈ നിമിഷം അത് മാത്രം മതി.
അതൊക്കെ ഓക്കെ. സാക്ഷി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കോ? ഇനി നീ ഈ ഡയറി എഴുതൽ പരിപാടി വേണ്ട, അത് നീ നിർത്തിക്കോ. അയ്യടാ, ഞാൻ അന്ന് എഴുതി വെച്ചതുകൊണ്ടാ നിന്റെ തനി സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ നീ എന്നെ പറ്റിച്ച് നടന്നേനെ. പറ്റിക്കാനോ? ഞാനോ? ഞാൻ പാവമല്ലേ? അയ്യടാ, ഒരു പാവം. മാറി നിൽക്കുക അവിടുന്ന്. അയ്യോടാ, വേണമെന്നല്ലേ. ഋഷി, താഴെയുള്ളവർ ഫുഡ് എടുത്ത് വെച്ച് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാൽ ഫ്രഷ് ആവാൻ ടൈം കിട്ടില്ല. പോയി ഫ്രഷ് ആവും. ഡോക്ടർ എന്ത് പറഞ്ഞു? ചെക്കപ്പൊക്കെ നോർമൽ തന്നെയല്ലേ ഋഷി? ചെറിയൊരു പ്രശ്നമുണ്ട്. 3 months വരെ അവൾക്ക് ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലഡ് കുറവാണ്, പിന്നെ അബോഷന് കൂടുതൽ ചാൻസ് ഉണ്ട്. കുറച്ച് മെഡിസിൻ തന്നിട്ടുണ്ട്, പിന്നെ വിറ്റമിൻസ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പൊന്നും കയറണ്ടെന്നാണ് പറഞ്ഞത്. സ്റ്റെപ്പ് കയറണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ റൂം താഴോട്ട് മാറ്റിക്കോ. 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മുകളിൽ പൊക്കോ. ഇല്ലമ്മ, ഇനിയിപ്പോൾ ഡെലിവറി കഴിയുന്നവരെ താഴെ തന്നെ മതിയെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പൊന്നും കയറി ഇറങ്ങരുതെന്ന്. അങ്ങനെയാണെങ്കിൽ താഴത്തെ റൂം ഇനി നിങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളായിട്ട് ഇനി കൂടുതൽ റിസ്ക് ഒന്നും എടുക്കണ്ട. ശരിയാ. പിന്നെ സാക്ഷി മോള് ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട. ഹാപ്പി ആയിട്ടിരിക്കും, ഒന്നും ഉണ്ടാവില്ല. ഇല്ലമ്മ, എനിക്കൊരു പേടിയില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം ഞങ്ങൾക്ക് തന്നതാ. അത് അത്ര പെട്ടെന്നൊന്നും എൻ്റെ അടുത്ത് നിന്ന് പോവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനില്ല. ഞാൻ കെയർ ചെയ്തോളാം. അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് അവളെയും കൂട്ടിക്കൊണ്ട് ഞാനിപ്പോൾ വന്നത്. പിന്നെ നിങ്ങളും ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ വന്നത്. ഏട്ടൻ എന്നോട് സത്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇവളെൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇവൾ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. ശ്രീ എന്നോട് ഇവരുടെ പാസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഷെറിൻ്റെ കാര്യം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഞങ്ങൾ അറിഞ്ഞ ഷെറിൻ അങ്ങനെ അല്ലായിരുന്നല്ലോ. സോറി, എനിക്ക് അപ്പോൾ പറ്റിപ്പോയ തെറ്റായിരുന്നു. മാപ്പാക്കണം. ഹേയ്, സോറി ഒന്നും പറയണ്ട. നീ ചെയ്ത തെറ്റിന് നീ മാക്സിമം ശരിയാക്കാൻ നോക്കിയില്ലേ, അത് മതി, വിട്ടേക്ക്. ഋഷിക്കും സാക്ഷിക്കും അവളോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ ഉള്ളിൽ? ഇല്ല, ഏട്ടൻ പറഞ്ഞ പോലെ ഇതെൻ്റെ 2ാമത്തെ ജന്മം. എനിക്ക് ആരോടും ദേഷ്യമില്ല. എനിക്കും ആരോടും ദേഷ്യം വാശിയൊന്നുമില്ല. എന്നാ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എന്താടാ ഇത്, നീ ഭയങ്കര സസ്പെൻസ് ഇട്ട് കളിക്കുവാണല്ലോ. ഇനി എന്താ അടുത്ത ബോംബ്? പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സസ്പെൻസ് ഇടാതെ അങ്ങ് പറ. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ 2ആളും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്ത്, കല്യാണം കഴിക്കാനോ? ഇതിനിടയിൽ ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചു, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതാണ് നിൻ്റെ അർജൻറ്റ് കോള്. അപ്പോഴേ എനിക്ക് മണത്തതാ. നടക്കട്ടെ നടക്കട്ടെ. അയ്യേ, അപ്പോഴൊന്നുമല്ല, ഞങ്ങൾ ഇപ്പോഴാണ് ഇത് ഡിസൈഡ് ചെയ്തത്, അതുകൊണ്ടാണ് പറയാത്ത. എന്താ ശരി, നീ ഒന്നും മിണ്ടാതെ. നിനക്കൊന്നും പറയാനില്ലേ? അത് പിന്നെ ചേച്ചി, ഞാൻ എന്താ പറയണ്ടേ? തൽക്കാലം ഇപ്പം ഒന്നും പറയണ്ട. അല്ല, അപ്പോൾ ഉടൻ തന്നെ കല്യാണം കാണോ? നിങ്ങളുടെ പാരൻസൊക്കെ ഇങ്ങോട്ട് വരുമോ അതോ നിങ്ങൾ അങ്ങോട്ട് പോവോ? ഞങ്ങളുടെ 2പേരുടെ പാരൻസും USA അവിടെ വെച്ചാൽ ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്തത്. അവരിങ്ങോട്ട് വരുന്നത് പോസിബിൾ അല്ല. സോ ഇവിടെ വെച്ചിട്ടൊരു ചെറിയ രജിസ്റ്റർ മാരേജ്, അത് കഴിഞ്ഞ് അവിടെ പോയിട്ടൊരു പാർട്ടി, അത്രയേ ഉള്ളൂ കല്യാണം. എന്നാ ഇവിടെ വെച്ച് രജിസ്റ്റർ മാരേജ് ഞങ്ങളെ മുൻനിർത്തി നടത്തിത്തരാം, എന്താ പോരെ? അതെ, എന്തായാലും ഇതുവരെയൊക്കെ ആയില്ലേ, ഇതുകൂടെ നടത്താം. അത് ഓ, രണ്ടിനെയും സന്തോഷം കണ്ടില്ലേ? അങ്ങനെ വിചാരിച്ച പോലെ നിൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? അതെന്ത് ചോദ്യമോ ഋഷി, ഇനി എന്ത് പരിപാടി? ഫസ്റ്റ് നൈറ്റോ? അയ്യടാ, ഒന്നും അറിയാത്ത പോലെ. നീ ഇതിന് നേരത്തെ പ്രിപ്പയർ ആയിരുന്നിട്ടാണ് ഈ ഞെട്ടൽ. ഒന്ന് പോടേ. ഏയ്, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ പ്രിപ്പയർ ആയിട്ടൊന്നുമില്ല. എനിക്കങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിൽ ശരി, ഇന്ന് നീ എൻ്റെ കൂടെ കിടക്ക്, ബാ. ഋഷി, നീയും നിൻ്റെ ചേട്ടൻ്റെ കൂടെ നിന്ന് എന്നെ ഊക്കുവാണല്ലേ? അല്ല, ഇവര് സംസാരിച്ചിട്ട് നീ അവനെയും കൂടെ റൂമിൽ പോകാന്ന് വെച്ചാൽ നടക്കില്ല. ഒരു കാര്യം ചെയ്, ഇതാ ഈ പാല് പിടിക്ക്. നീ തന്നെ നേരെ വിട്ടോ. നീ പോകുന്ന കണ്ട പിറകെ അവൻ വന്നോളൂ. ചെല്ല്.
അവർ കുറച്ചുകൂടെ സംസാരിക്കട്ടെ. നമുക്ക് പതുക്കെ പോയാൽ പോരെ? നീ എന്തിനിങ്ങനെ വേർക്കുന്നേ? നിനക്ക് പനി വല്ലതും ആണോ? എൻ്റെ പൊന്നു സാക്ഷി, അതറിയില്ലേ, ഇത് മറ്റേ പനിയാ, ഫസ്റ്റ് നൈറ്റ് ഫീവർ. എൻ്റെ പൊന്നു ചേച്ചി, ഒന്ന് കളിയാക്കാതെ മിണ്ടാതിരിക്കോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. ബൈ, ഗുഡ് നൈറ്റ്. ചെല്ല് ചെല്ല്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. പാവം. കഴിഞ്ഞില്ലേ നിങ്ങൾ മൂന്നാളുടെ സംസാരം? ഉറങ്ങാറായില്ലേ പിള്ളേരെ? മോനുശ്രീ, റൂമിലോട്ട് ചെല്ല്. മോള് പോയിട്ടുണ്ട്. സമയം ഒരുപാടായില്ലേ, ചെന്ന് കിടക്ക് പോ. അതെ, ചെല്ല് ശ്രീ, സമയം ഒരുപാടായില്ലേ, ചെന്ന് കിടക്ക്. ഋഷി വേണ്ട, മിണ്ടാതിരിക്കുക ഋഷി, അവൻ ചെല്ലട്ടെ. എടാ ശ്രീ, ചെല്ല്, ചെന്ന് പൊളിക്ക്. ഓൾ ദ ബെസ്റ്റ്. നാളെ ജീവനോടെ വരണം. ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ പോവാം. ബൈ, ഗുഡ് നൈറ്റ്.